മുക്കം ടയേഴ്സിന്റെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി ചൂരൽമല ഉരുൾപൊട്ടലിലും കേരളത്തിലെ തെക്കൻ പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ പ്രളയത്തിലും ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMD കുര്യാക്കോസും ഡയറക്ടർ ഐവിൻ കുര്യാക്കോസും ചേർന്ന് 25 ലക്ഷം രൂപയുടെ ചെക്ക് തിരുവനന്തപുരത്ത് വെച്ച് കൈമാറി. 1993 കുര്യാക്കോസും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജയ കുര്യാക്കോസും കോഴിക്കോട് ടൗണിൽ തുടങ്ങിയ മുക്കം ടയേഴ്സ് എന്ന സ്ഥാപനം അവരുടെ കഠിനാധ്വാനം കൊണ്ടും ബിസിനസ്സിനോടുള്ള ആത്മസമർപ്പണം കൊണ്ടും 2023 വടക്കൻ കേരളത്തിൽ 8 ബ്രാഞ്ചോട് കൂടി ഉയരുകയായിരുന്നു. 1993 മുക്കം ടയേഴ്സ് എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. അന്ന് അതിൻ്റെ ഫൗണ്ടറായി വന്ന എനിക്ക് തോട്ടുമുക്കം നിവാസിയായി എനിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു ഇതിനെ തോട്ടുമുക്കം ടയേഴ്സ് എന്നിടണമെന്ന്. പക്ഷേ വെറും 9 ഫീറ്റ് വിട്ട് മാത്രമുള്ള മുക്കം ടയേഴ്സിന് തോട്ടുമുക്കം എന്ന് എഴുതാനുള്ള സ്പേസ് കിട്ടാത്തതിൽ അന്ന് ഞാൻ നിരാശപ്പെട്ടവരാണ്. PV ഗംഗാധരൻ അന്ന് ഇനാഗുറേഷന് വേണ്ടി വന്നത് PV ഗംഗാധരനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുര്യാക്കോസേ, ഇത് നീ ഒരു ഷട്ടർ ഉണ്ടെങ്കിൽ നീ ഇത് 100 ഷട്ടർ 1000 ഷട്ടറാക്കി പറ്റും, നിനക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ടെന്ന് എന്നോട് പറയുന്നത്. പിന്നീട് നമ്മൾ അതിനെ ഒറ്റമുറി പിടിയിലുള്ളത് വഴിയായതുകൊണ്ട് മുക്കം ടയേഴ്സ് എന്ന് എഴുതാനേ സ്ഥലമുള്ളൂ, തോട്ടുമുക്കം ടയേഴ്സ് എഴുതാനുള്ള സ്ഥലമില്ല. അതിൽ എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് എനിക്കതിൽ ദുഃഖമില്ല. മുക്കം എന്ന് പറയുന്നത് തോട്ടുമുക്കത്തിൻ്റെ പിതാവാണ്. കാരണം മുക്കത്ത് നിന്നാണ് തിരുവാമ്പാടി, കൂടരഞ്ഞി, പിന്നെ തെക്കുംകുറ്റി അങ്ങനെയുള്ള സ്ഥലത്തേക്കെല്ലാം പോകാനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലമാണ്. ഈ ഒരു ഷട്ടർ മാറി 2 ഷട്ടറായി, 2 ഷട്ടർ 10 ഷട്ടറായി. ഞങ്ങൾ അതിന് ശേഷം പലയിടത്തും അതിൻ്റെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ പ്രിയ സഖി, എൻ്റെ പ്രിയതമ ജയ കുര്യാക്കോസും ഈ മീറ്റിംഗ് അല്ല, ഈ തുടക്കത്തിൽ ഞങ്ങളാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. പിന്നെ എനിക്ക് പറയാനുള്ളത് 25 ലക്ഷം രൂപ ഞങ്ങൾ ചീഫ് മിനിസ്റ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. 2024 അവസാനത്തോടെ കോഴിക്കോട് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചു. 2025-26 2 ബ്രാഞ്ചുകൾ കൂടി തുടങ്ങാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി കൊടുവള്ളിയിലെ വാവാട് എന്ന സ്ഥലത്ത് ആരംഭിക്കുകയും രണ്ടാമത്തെ ബ്രാഞ്ച് നിലമ്പൂരിൽ 2026 ഓഗസ്റ്റ് മാസം തുറക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ വർഷം അവസാനത്തോടെ പെരിന്തൽമണ്ണയിലും 2027 എറണാകുളം, കൊല്ലം ജില്ലകളിലും 2027 അവസാനത്തോടെ എല്ലാ ജില്ലകളിലും ഓരോ ബ്രാഞ്ച് എന്ന ലക്ഷ്യത്തോടു കൂടി നീങ്ങുവാൻ തീരുമാനിച്ചു. 2028 കമ്പനിയുടെ പ്രവർത്തന മേഖല കേരളത്തിന് പുറത്തേക്ക് വ്യാപിക്കുവാനും 2029 അവസാനത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ബ്രാഞ്ച് എന്ന രീതിയിൽ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. 18 വയസ്സ്, ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി, കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും.